ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. കൃഷ്ണ ഗുരുവായൂരപ്പ. നമ്മള് ഇന്ന് ഗുരുവായൂരപ്പന്റെ ആ, ഉപാസിക്കേണ്ട ഭജന വിധികളെ പറ്റിയാണ് പറയുന്നത്. ഇത് ഷഡ്ഭജന സമ്പ്രദായ പദ്ധതിയാണ്. കാര്യം നമ്മള് ആ, ഭക്തിയുടെ പല തലങ്ങളും നമ്മള് പല ക്ലാസ്സുകളിലായിട്ട് കണ്ടു. ഇന്ന് നമ്മള് ആ ആ ഭക്തിയുടെ അതിൽ നമ്മള് ഉപാസനയിൽ കൂടെ, അല്ലെങ്കിൽ നമ്മള് അർച്ചനം ഏത് രീതിയിൽ ഭഗവാനെ തൃപ്തിപ്പെടുത്താനായിട്ട് അത് ഭജനം ഇരുന്ന് ചെയ്യുന്ന ആ ഒരു അർച്ചന വിധി അല്ലെങ്കിൽ ആ ഭജന വിധിയാണ് ഇന്ന് കാണാനായിട്ട് പോകുന്നത്. അതിലെ ആദ്യത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംവത്സര ഭജനം. ഒരു കൊല്ലക്കാലം തുടർച്ചയായിട്ട് ആ, ഭജനം ഇരിക്കുന്ന ആ ഒരു രീതിയാണ്. അപ്പം അങ്ങനെ ഒരു കൊല്ലം തുടർച്ചയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പല ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും ആചാരാനുഷ്ഠാനങ്ങളിലും പൂർണ്ണമായിട്ടും നമുക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തേത് ഷൺമാസ ഭജനം എന്ന് പറയുന്നു. 6 മാസം ഉത്തരായന കാലം മുതൽക്ക് ഈശ്വര ഭജനത്തിന് സത്കർമ്മങ്ങൾക്കും ആ, ആചാര്യന്മാർ വിധിക്കുന്ന ഈ 6 മാസക്കാലം ഭക്തി ശ്രദ്ധാപുരസ്സരം ഗുരുവായൂരപ്പനെ ഭജിച്ചാൽ അനായാസേന ഇഹപര സൗഖ്യം ലഭിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇനി മണ്ഡലകാല ഭജനമാണ് മൂന്നാമത്തേത്. അത് 41 ദിവസം മണ്ഡലകാലം, വൃശ്ചികം 1 മുതൽ. അത് സവിശേഷ പുണ്യകാലമാണ് അല്ലെ. എല്ലാവരും വ്രതത്തിലായിരിക്കും. അപ്പൊ ആ സമയത്ത് ക്ഷേത്രത്തിൽ പഞ്ചഗവ്യ അഭിഷേകം 40 ദിവസങ്ങളിൽ വിശേഷമായിട്ട് നടക്കുന്നു. 41 ദിവസത്തിലെ കളഭാട്ടവും എല്ലാ വർഷവും നടക്കുന്നുണ്ട്. അപ്പൊ ഈ പഞ്ചഗവ്യമൊക്കെ സേവിച്ച് അയ്യപ്പ ദർശനവും ഭജനവും ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് വളരെ പുണ്യമായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നാലാമത്തെ എന്ന് പറഞ്ഞാൽ ദ്വാദശ ഭജനമാണ്. 12 ദിവസം. ഒരു വർഷത്തിൽ ആ, പ്രതീക ഒരു വർഷത്തിന്റെ പ്രതീകമായിട്ട് 12 ദിവസം ശ്രീ ഗുരുവായൂരപ്പനെ മറ്റൊരു ചിന്തകളും മനസ്സിലില്ലാതെ ആ, നിഷ്കാമമായിട്ട് ആചാരാനുഷ്ഠാനത്തോടു കൂടി ഭജനം ചെയ്ത് മനഃശാന്തിയും ആത്മസംതൃപ്തിയും നേടി ഭഗവത് പ്രീതി പറ്റുക എന്നുള്ളതാണ് ഈ ഭജന സമ്പ്രദായത്തിന്റെ ഉദ്ദേശം. അതുപോലെ തന്നെ അഞ്ചാമത്തെ രീതി ത്രിദിന ഭജനമാണ്. 3 ദിവസം ഗുരുവായൂരപ്പനെ ഉപാസിക്കുക. 3 ദിവസം തികഞ്ഞ വ്രതനിഷ്ഠയോടുകൂടി ഈശ്വരാർപ്പണമായിട്ട് ഉപാസനകൾ ചെയ്ത് ഭഗവാനിലെല്ലാം സമർപ്പിച്ച് ഭജിച്ചാൽ സർവ്വ അഭീഷ്ട സിദ്ധിയും ഗുരുവായൂരപ്പൻ സാധിച്ചു കൊടുക്കും. പരമാനന്ദ പദവിയും ഭഗവാൻ കൊടുക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവസാനത്തേതായിട്ട് ആറാമത്തേത് ഏകദിന ഭജനമാണ്. 1 ദിവസം. അപ്പോൾ പ്രാരാബ്ധ ജീവിതത്തിൽപ്പെട്ട് വലയുന്ന നമുക്കൊക്കെ ആ, വളരെ സമയം കുറവാണ് എല്ലാവർക്കും അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ ആ, ആ ഒരു ആചാര രീതികളൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ 1 ദിവസമെങ്കിലും നമ്മളുടെ ബാക്കിയുള്ള തിരക്കുകളൊക്കെ എല്ലാം ഒഴിവാക്കി 1 ദിവസമെങ്കിലും ഭഗവാൻ വേണ്ടി സമർപ്പിച്ചിട്ട് ഭഗവാന്റെ നടയിലിരുന്ന് വാരിധിയായ ഗുരുവായൂരപ്പനിൽ ശരണാഗതി അടഞ്ഞ് ഭജനം ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ എല്ലാ ആ, ദുരിതങ്ങളിൽ നിന്ന് രക്ഷിച്ച് നമുക്ക് നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ച് സർവ്വമംഗളങ്ങളും തന്നെ കാത്തരുളുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പം മേൽപ്പറഞ്ഞ ഈ പറയുന്ന ഭജന സമ്പ്രദായങ്ങൾ ആ, കൂടാതെ ഭക്തന്മാർ തിങ്കൾ തിങ്കൾ ഭജനം എന്ന് പറഞ്ഞ ആ, ഒരു ഭജനവും, പിന്നെ എല്ലാ മാസങ്ങളിലും 30 വ്യാഴാഴ്ച ദിവസ ദർശനം ഭജനം, അങ്ങനെയൊക്കെ ആ, പല കാര്യങ്ങളും നടത്തി വരുന്നു. ഇതിൽ ഏത് നമ്മൾ ആചാരരീതി പിന്തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളുടെ മനസ്സ് എന്തായിരിക്കണം? മനസ്സ് ഗുരുവായൂരപ്പനിൽ അർപ്പിച്ചിട്ടുള്ള ഭജനമായിരിക്കണം അല്ലെ. കാര്യം നമ്മള് ഗുരുവായൂരപ്പൻ കാണുക എന്നുള്ളതിൽ ഉപരി ഗുരുവായൂരപ്പൻ നമ്മളെ കാണുക എന്നുള്ള കാര്യമാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. ഗുരുവായൂരപ്പൻ നമ്മളെ കാണണമെങ്കിൽ കോടാനുകോടി ജനങ്ങളാണ് അവിടെ എത്തുന്നത്. എങ്കിൽ എന്തായിരിക്കണം? നമ്മളുടെ ഹൃദയം ശുദ്ധമായിരിക്കണം, നൈർമല്യമായിരിക്കണം അല്ലെ. വെണ്ണ പോലെ ഉരുകുന്ന ഹൃദയമായിരിക്കണം അല്ലെ. അപ്പൊ പാറ പോലെയുള്ള ഒരു ഒരു ഇതാണെങ്കിൽ ഒരിക്കലും ആ ഭഗവാൻ നമ്മളെ കാണില്ല. അപ്പൊ നമ്മളെ ഭഗവാൻ കാണത്തക്ക രീതിയിലുള്ള ഒരു ഹൃദയവുമായിട്ടായിരിക്കണം നമ്മളുടെ അഹങ്കാരവും അഹന്തയും എല്ലാം ഉപേക്ഷിച്ചിട്ടായിരിക്കണം ഈ ഭജന ചെയ്യേണ്ടത്. അങ്ങനെ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പന്റെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആ, മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.